അസ്സലാമു അലൈക്കും. രാവിലെ തന്നെ ഉമ്മ പറഞ്ഞു ഇന്ന് പുട്ടും ബീഫും ഉണ്ടാക്കുക. അപ്പോൾ പുട്ടുപൊടി മേടിച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനു വേണ്ടി വണ്ടി എടുത്ത് കടയിൽ പോയി പുട്ടുപൊടിയൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് ഉമ്മ നല്ല ഉഷാറ് പുട്ടും ബീഫൊക്കെ ഉണ്ടാക്കി തന്നു. അതൊക്കെ കഴിച്ച് നമ്മൾ പൂച്ചക്കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുത്ത് ഞങ്ങൾ ചോലയൊക്കെ കുളിക്കാൻ പോകുന്നുണ്ട്. അതിന് വേണ്ടി മാറ്റി ഇറങ്ങിയപ്പോൾ നേരത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞാൽ ഇവിടെ പുല്ലുന്നുണ്ട്. ഇതെന്താ അവസ്ഥ? എന്നെ ചോലയൊക്കെ കുളിക്കാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞപ്പോൾ വന്നിട്ട് നമ്മളെ ഷിബുമാനി ചക്കൻ ബുള്ളറ്റൊക്കെ എടുത്ത് ഫുൾ കറക്കാണ്. പെരുന്നാൾ കഴിഞ്ഞപ്പോഴാണ് ഓനൊക്കെ ഒന്ന് കാണാൻ പറ്റിയത് ഓൻ്റെ ലൈഫ്. പിന്നെ ഞാനും ചങ്ങായി ഹംദാനും ഷിബും കൂടി നേരെ ചോലയൊക്കെ വിട്ട്. ഇതാണ് നമ്മളെ ചോലപ്പുറത്തെ ചോല. കുറെ കാലം ഞാനൊക്കെ ഇതിലൊന്ന് നീരാടിയിട്ട്. ഓരോ നാട്ടിലും ആശ്രയമായി നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട കുളങ്ങളൊക്കെ ഉണ്ടാവില്ലേ. നമ്മളെ ആശ്രയവും സന്തോഷമൊക്കെ ഇതാണ് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ നമ്മളെ അനിയനും കൂട്ടരും അതുപോലെ നമ്മളെ അയൽവാസികളായ കൂട്ടുകാരന്മാരായ ചങ്ങായിമാരൊക്കെ കുളിക്കാൻ വന്നത്. കുളത്തിലൊക്കെ ഇറങ്ങുമ്പോൾ ഒപ്പം നീന്താനും ചെറുച്ചാനൊക്കെ ആളുണ്ടായതുകൊണ്ട് നല്ല സന്തോഷമായി. എനിക്ക് ഒരുപാട് കാലത്തിന് ശേഷം ഒന്ന് നീന്തി കുളിച്ചപ്പോൾ ഒരു സന്തോഷവും കുളിർമയൊക്കെ. ഓ എന്താ രസം. ഞാനും ഹംദാനൊക്കെ കുറച്ച് അണ്ടർ വാട്ടർ വിഷ്വൽസ് ഒക്കെ ചെയ്ത് അനിയന്റെയും കൂട്ടുകാരൻ്റെയൊക്കെ മാസ്മരിക പ്രകടനങ്ങളും കുറച്ച് ചെക്കന്മാർ പന്തൊക്കെ കൊടുന്ന് തട്ടി കളിക്കണം. അത് കണ്ടപ്പോൾ തന്നെ ഞാനും ചങ്ങായിമാരൊക്കെ അവിടെ പോയി അവരുടെ കൂടെ പന്ത് തട്ടാൻ സഹായിച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു കുറച്ച് മുമ്പ് ഞങ്ങൾ കുറച്ചാളുകൾ കുളിക്കാൻ വന്നപ്പോൾ വെള്ളത്തിനടിയിൽ ഏറ്റവും കൂടുതൽ നിന്ന റെക്കോർഡ് എനിക്കാണെന്ന്. ഞാനത് പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വാസമാണ്. അങ്ങനെയാണെങ്കിൽ നോക്കിയാക്കാന്ന് ഞാനും മുങ്ങൽ മത്സരം നടത്തി 2 വട്ടം ഒരു കള്ളക്കളി എന്നൊക്കെ പറഞ്ഞ് അവസാനം അവർക്ക് തോൽവി സമ്മതിക്കേണ്ടി വന്നിട്ടാ. അങ്ങനെ ചങ്ങായിമാരെ കൂടെ കളിച്ചും കുളിച്ചും വർത്താനം പറഞ്ഞും മനസ്സിനൊക്കെ നല്ലൊരു റാഹത്തും സുഖം കിട്ടി. ഇത് കണ്ടില്ലേ ഇവൻ കുളിക്കാണ്ടെന്ന് പറഞ്ഞു വന്നിട്ട് ഇവിടെ എത്തിയപ്പോൾ കുളിക്കാനില്ലെന്ന് പറഞ്ഞു ഇപ്പൊ വേറെ ഫോണിൽ കണ്ടെത്താട്ടാ. അതുകൊണ്ട് എന്താ ഇവ ഉണ്ടായതുകൊണ്ട് കുറച്ച് നല്ല വിശ്വസിച്ച് എടുക്കാൻ പറ്റും. പിന്നെ അമ്മേൻ്റെ കൂടെ ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ എന്താ ഉച്ചക്കത്തെ ഫുഡ് അവിടുന്ന് റാഹത്താക്കി. അൽഹംദുലില്ലാ. അപ്പം എന്നാ ശരി, മഅസ്സലാമ.